ഹലോ, ഹായ്. നിക്കിത റബിലാണ്. ഈവനിങ്ങിൽ ഞാനും വാവയും കൂടി ഒരു കോഫിയൊക്കെ കുടിച്ചിരിക്കുകയാണ്. ക്യാമറയിലേക്ക് നോക്കാൻ പറഞ്ഞിട്ട് മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കളിക്കുകയാണ് കേട്ടോ. സുഖമില്ല വാവക്ക്. തുമ്മലും ജലദോഷമൊക്കെ ആയിട്ട്. ഈ കോഫി കൂടി പതിവില്ലാത്തതാണ്, എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ തോന്നുമ്പം ഞങ്ങൾ കഴിക്കും. അങ്ങനെയൊക്കെയാണ്. വാവ സ്കൂളില്ലാത്തതുകൊണ്ട് സന്തോഷമാണ്. മൊബൈലിൽ കളിച്ച് പാട്ടൊക്കെ വെച്ച് കളിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഡോക്ടറെ കാണിച്ച് വന്നതാണ് ഹോമിയോയിൽ. പക്ഷെ മാറിയിട്ടില്ല. ഒന്ന് റെഡിയായി വരണം, 2-3 ദിവസം പിടിക്കല്ലോ മാറി വരാൻ. കഴിഞ്ഞൊരു 2 മാസത്തോളായിട്ട് ഞാൻ വല്ലാതെ അകാരണമായിട്ട് വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് ഇതുവരെ പിടിയിട്ടില്ല. സാധാരണ കഴിക്കുന്ന പോലെ ഭക്ഷണമൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. അധികവും ഇല്ല, കുറവും ഇല്ലാത്ത രീതിയിലാണ്. അങ്ങനെ ഡോക്ടറായിട്ട് സംസാരിച്ചപ്പം ഡോക്ടർ പറഞ്ഞത് റൈസ് കുറയ്ക്കാനും സ്വീറ്റ്സ് കുറയ്ക്കാനും മധുരപലഹാരങ്ങളൊക്കെ കുറയ്ക്കാനൊക്കെയാണ്. ഞാൻ പൊതുവെ സ്വീറ്റ്സ് ഇഷ്ടമാണെങ്കിലും കൂടി അതൊക്കെ കഴിക്കുന്നത് വളരെ കുറവാണ്. മാസത്തിൽ 1-2 പ്രാവശ്യമൊക്കെ കഴിക്കുക എന്നല്ലാതെ. അതുകൊണ്ട് ചോറ് കഴിക്കുന്നതും ഒക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഉണ്ടാക്കുന്നത് ഞാൻ ഓട്സാണ്. ഓട്സ് തീരാനായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ. ആദ്യമൊക്കെ മുസ്ലി ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നു. അത് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പാക്കറ്റ്. പിന്നെ ഞാൻ തന്നെ അത് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു കാര്യമാണ് കേട്ടോ. കുറച്ച് ഓട്സ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വേവിക്കും. അപ്പം ഈ ഓട്സ് സോക്ക് ചെയ്തിട്ടൊക്കെ നൈറ്റിൽ ഓവർനൈറ്റ് ഓട്സ് പറഞ്ഞിട്ട് ഉണ്ടാക്കുമല്ലോ. അപ്പം അതിന് പകരമായിട്ട് ഞാനിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഓട്സ് ഒന്ന് കുറച്ച് വെള്ളത്തിൽ വേവിക്കും. അതിനുശേഷം കുറച്ച് ഷുഗർ ആഡ് ചെയ്യും കേട്ടോ. ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യാം, വേണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ തൽക്കാലം കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഷുഗർ ലോ ആണ്. പിന്നെ ഡോക്ടർ ഷുഗർ കുറയ്ക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൊതുവെ പഞ്ചസാര എൻ്റെ അളവൊക്കെ കുറച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ പോകുന്നത്. ആക്ച്വലി ഞാൻ ഷുഗർ പേഷ്യൻ്റ് ഒന്നും അല്ല കേട്ടോ. എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഷുഗർ ലോ ആവലാണ് എനിക്ക് വരാറ്. പക്ഷേ ഈ വെയിറ്റ് കൂടുന്നത് കാരണം ഡോക്ടർ ഷുഗർ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഞാൻ ഡെയിലി ചായയും കാപ്പിയും ഒന്നും കുടിക്കാത്ത കാരണം എന്തായാലും ഈ ഷുഗർ ഞാൻ കഴിക്കുന്നില്ല. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഞാൻ 2 ബൗളിലേക്ക്, എനിക്കും അപ്പോട്ടിനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, കുറച്ച് അവിൽ ഇടും. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് പീനട്ട്സ് ഇല്ലേ, ഇതിൽ ഞാനിപ്പോൾ ഇടുന്നത് സോൾട്ടഡ് പീനട്ട്സ് ആണ് കേട്ടോ. ഈ അൽദിറാമിൻ്റെ സോൾട്ടഡ് പീനട്ട്സ് വാങ്ങാൻ കിട്ടുമല്ലോ, അപ്പം അതാണ് ഇടുന്നത്. പിന്നെ നമുക്ക് എന്തും ഇടാം. ഫ്രൂട്ട്സ്, നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇടാം. ഞാൻ അതൊക്കെ ഇട്ട് കഴിക്കാറുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു ഇത് മാത്രമേ ഇടുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് അപ്പേട്ടൻ വന്നു കേട്ടോ. ഏട്ടനെ കണ്ട പിന്നെ ഏട്ടൻ്റെ മേല് കുത്തി മറിഞ്ഞ് ഇതാണ് പരിപാടി വാവക്ക്. അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എൻ്റെ പവർ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ക്യാമറയിൽ നോക്കി കളിക്കുകയാണ് കേട്ടോ. അച്ഛനെ കുത്തി മറിഞ്ഞ് ഉപദ്രവിച്ച് ഇനി ഒന്നും ചെയ്യാനുണ്ടാവില്ല. ഇങ്ങനെയൊക്കെയാണ് മോനും അച്ഛനും കണ്ടാൽ. ബൈ ദ വേ, നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യാം. അപ്പം ഞാൻ ഓൾറെഡി ഓട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അത് ഒരു ഹാഫ് പോർഷൻ ഒരു ബൗളിലേക്കും ഹാഫ് പോർഷൻ മറ്റേ ബൗളിലേക്കും കൂടി ഇടുകയാണ്. എന്നിട്ട് ഞാൻ നേരെ പാൽ ഒഴിക്കുകയാണ്. പശുവും പാൽ ഒഴിക്കുകയാണ്. 2 ബൗളിലേക്കും പശുവും പാൽ ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ കൊക്കോ പൗഡർ ഇടാം. ഞാനിപ്പോൾ ബൂസ്റ്റാണ് ഇടുന്നത്. ഒരു പാക്കറ്റ് ബൂസ്റ്റ് 2ലേക്കും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ചെറുപഴം എടുത്തിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ ആപ്പിള്, പപ്പായ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനതൊക്കെ ഇട്ട് കഴിക്കാറുണ്ട്. പിന്നെ ഡേറ്റ്സ്,
കാഷ്യൂനട്ട്, ബദാം, പിസ്ത അതൊക്കെ ഇട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇന്ന് ഞാനിതിൻ്റെ എത്രത്തോളം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം സിമ്പിളായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. പക്ഷേ ടേസ്റ്റിന് വലിയ കുറവൊന്നും ഉണ്ടാവില്ല. അപ്പേട്ടനും വലിയ ഇഷ്ടമാണ്. അപ്പം അധികം ഞങ്ങളിത് പണ്ടൊക്കെ മോർണിംഗിലായിരുന്നു കഴിക്കാറ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടായിരുന്നു കഴിക്കാറ്. ഇന്നിപ്പോൾ ഇത് ഞങ്ങൾ നൈറ്റിൽ ഇതാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് കഴിക്കുകയാണ്. ഇതെല്ലാം കൂടി ബൗളിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ബൂസ്റ്റാണ് ആ കളറിൽ കാണുന്നത്. അത് ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ച പോലെ ആയിപ്പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രിപ്പറേഷൻ. ഇനി ഞങ്ങൾ രണ്ടുപേരല്ല 3 പേരും കൂടി കഴിക്കാൻ പോവാണ് കേട്ടോ. വാവയുണ്ട്. വാവക്ക് കുറേ ഒന്നും കഴിക്കൂല. ഞങ്ങൾ കഴിക്കുമ്പോൾ കുറച്ച് കഴിക്കുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ വരെ ബൈ ഫ്രം നികിത റബിൽ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.